എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്ലീവിൻ്റെ ഡിസൈനാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ തുണി ആദ്യം രണ്ടാക്കി മടക്കിയിട്ടിട്ടുണ്ട്. അതിനുശേഷം ഒന്നുകൂടി മടക്കി നാലാക്കി മടക്കിയിടുകയാണ്. നാലാക്കി മടക്കിയിടുമ്പോൾ സാധാരണ നമ്മൾക്ക് എത്രയാണോ, അതായത് നാലാക്കി മടക്കിയിടുമ്പോൾ നമ്മൾ വിടുത്ത് ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ആം ഹോളിൻ്റെ ഒരു ഭാഗം, അതായത് ഒരു സൈഡിലേക്ക് നമ്മൾ എടുക്കുന്ന അളവാണ് നമ്മൾ സാധാരണ വിടുത്തായിട്ട് കൊടുക്കുന്നത്. ഇനി അങ്ങനെ നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സാധാരണ ഒരു ടോപ്പിൽ ടേപ്പ് വെച്ചിട്ട് അളന്ന് നോക്കിയാൽ മതി. അളക്കുമ്പോൾ സീം അലവൻസും കൂടി ചേർത്തിട്ട് എടുക്കണം എന്ന് മാത്രം. അങ്ങനെ എടുത്തിട്ടുള്ള ആ അളവിൻ്റെ കൂടെ എക്സ്ട്രാ ഒരു 2 ഇഞ്ചെങ്കിലും എടുക്കുക. അപ്പോൾ എനിക്കിവിടെ 10 ഇഞ്ചാണ് സാധാരണ നോർമലായിട്ടുള്ള അളവ്. അതിൻ്റെ കൂടെ ഞാൻ 2 ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ട് 12 ഇഞ്ചിലാണ് തുണി നാലാക്കി മടക്കിയിട്ടത്. അതായത് നാലാക്കി മടക്കിയിടുമ്പോഴുള്ള വിടുത്താണ് 12 ഇഞ്ച്. ലെങ്ത്ത് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും എടുക്കാം. നിങ്ങൾക്ക് ഫുൾ സ്ലീവ് വേണമെങ്കിൽ ഫുൾ സ്ലീവ് എടുക്കാം, 3/4 വേണമെങ്കിൽ 3/4. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ലെങ്ത്ത് എത്ര വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ 10 ഇഞ്ചാണ് ലെങ്ത്ത് എടുത്തത്. ഈ 10 ഇഞ്ച് ലെങ്ത്തിന് പുറമെ നമ്മൾ വേറൊരു ഡിസൈനും കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് കൈമുട്ട് വരെ ഇറക്കം വരുന്ന രീതിയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എത്ര വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ലെങ്ത്ത് എടുക്കാം. വിടുത്ത് എടുക്കേണ്ടത് ഇങ്ങനെയാണ്. സാധാരണ നമ്മൾ നോർമലായിട്ട് എടുക്കുന്ന വിടുത്തിൻ്റെ കൂടെ ഒരു 2 ഇഞ്ചെങ്കിലും എക്സ്ട്രാ എടുക്കണം. 2 ഇഞ്ച് എന്ന് പറയുമ്പോൾ ഒരു സൈഡിലേക്ക് 2 ഇഞ്ച് ആകുമ്പോൾ 2 സൈഡിലേക്കും കൂടി ചേർത്തിട്ട് 4 ഇഞ്ച് എക്സ്ട്രാ ഉണ്ടാവും. ഇനി ഇതിൽ നമുക്ക് അളവുകൾ മാർക്ക് ചെയ്യാം. അളവ് മാർക്ക് ചെയ്യുമ്പോൾ താഴത്തെ വണ്ണം എത്രയാണെന്ന് വെച്ചാൽ, അതായത് ഇപ്പോൾ നമ്മൾ എത്രയാണോ ലെങ്ത്ത് എടുത്തതെന്ന് വെച്ചാൽ ആ ലെങ്ത്തുള്ള അവിടെ നമുക്കൊരു വണ്ണം ഉണ്ടാവും. അതായത് സ്ലീവിന് ഒരു റൗണ്ട് ഉണ്ടാവും. ആ റൗണ്ട് എത്രയാണെന്ന് വെച്ചാൽ ടാപ്പ് വെച്ചിട്ടൊന്ന് അളന്ന് നോക്കുക. അത് /2 ചെയ്യാം. അപ്പോൾ എനിക്കിവിടെ 6 ഇഞ്ചാണ്. അപ്പോൾ ഈ 6ൻ്റെ കൂടെയും നമ്മൾ എന്ത് ചെയ്യണം, 2 ഇഞ്ച് എക്സ്ട്രാ കൊടുക്കണം. അപ്പോൾ 8 ഇഞ്ച്. പിന്നെ ഓൾറെഡി നമ്മൾ 2 ഇഞ്ച് സീം അലവൻസും കൂടി ചേർത്ത് കൊടുക്കും. അങ്ങനെ 10 ഇഞ്ച്. അപ്പോൾ ആ 10 ഇഞ്ച് താഴെ മാർക്ക് ചെയ്യുക. എന്നിട്ട് മുകളിലെയും താഴത്തെ ലൈൻ ഇതേപോലെ ഒന്ന് യോജിപ്പിക്കാം. അതിന് ശേഷം മുകളിൽ നിന്ന് ഒരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് പോലെ ഞാൻ സ്ലീവ് ഇങ്ങനെ റാൻഡമായിട്ട് കുഴിച്ച് വരയ്ക്കുകയാണ്. സ്ലീവ് എങ്ങനെയാണ് കുഴിച്ച് വരയ്ക്കേണ്ടതെന്നുള്ള വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഐക്കാർഡിൽ കൊടുക്കാം. അറിയാത്തവർക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ഹെൽപ്ഫുൾ ആവും. അപ്പോൾ നമ്മൾ കുഴിച്ച് വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേ അളവ് പ്രകാരം ഇതൊന്ന് കട്ട് ചെയ്യാം. കട്ട് ചെയ്തതിന് ശേഷം സെൻറ്ററിൽ ഒന്ന് കട്ട് കൊടുക്കുക. അതെന്തിനാണെന്ന് വെച്ചാൽ എവിടെയാണ് സെൻറ്റർ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഈ സ്ലീവിൻ്റെ ഡിസൈനിന് കുറച്ച് ഡോറി ആവശ്യമാണ്. സ്ലീവിൻ്റെ ഡിസൈനിങ് എന്നല്ല, ഈ ഒരു ഡ്രസ്സിൻ്റെ ഡിസൈനിങ്ങിന് മൊത്തമായിട്ട് നമുക്ക് കുറച്ച് ഡോറി ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ ഡ്രസ്സിൻ്റെ വീഡിയോ ഞാൻ ഇന്നലെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ഐക്കാർഡിൽ കൊടുക്കാം. അപ്പോൾ അതെങ്ങനെയാണ് എളുപ്പത്തിൽ ചെയ്തെടുക്കാമെന്ന് കാണിച്ചു തരാം. ആദ്യം ഇതുപോലെ 1 ഇഞ്ച് വിടുത്തുള്ള തുണി ഇതേപോലെ നിങ്ങൾക്ക് എത്ര ലെങ്ത്തിലാണോ വേണ്ടതെന്ന് വെച്ചാൽ അത്രയും ലെങ്ത്തിൽ നിങ്ങൾ കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തതിന് ശേഷം അതിന് നല്ല വശം ഉള്ളോട്ടേക്ക് മടക്കി പിടിക്കുക. മടക്കി പിടിക്കുന്ന ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിലൊരു കട്ടിയുള്ള ത്രെഡ് വെച്ച് കൊടുക്കുക. കട്ടിയുള്ള ത്രെഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സാധാരണ മിഷൻ ത്രെഡ് അല്ലാതെ എംബ്രോയ്ഡറി ത്രെഡ് ഉപയോഗിക്കാം, പൈപ്പിങ്ങിന് ഉപയോഗിക്കുന്ന ത്രെഡ് ഉപയോഗിക്കാം. എങ്ങനത്തെ ത്രെഡാണെന്നുണ്ടെങ്കിലും ഒന്ന് വലിച്ച് നോക്കുക. വലിച്ച് നോക്കുമ്പോൾ പെട്ടെന്ന് പൊട്ടിപ്പോരാത്ത രീതിയിലുള്ള ത്രെഡ് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നിങ്ങൾ ഇതേപോലെ സ്ക്രീനിൽ കാണുന്ന പോലെ ആദ്യം എന്ത് ചെയ്യുക, കുറച്ച് ലോക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുക. അതായത് ആ ത്രെഡുള്ള ഭാഗം ഒന്ന് ലോക്ക് ചെയ്തിട്ട് അത്യാവശ്യം നന്നായിട്ട് ലോക്ക് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യുക. ലോക്ക് ചെയ്തിട്ട് ഒന്ന് വലിച്ച് നോക്കുക, വരുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ബാക്കി താഴോട്ടേക്ക് മുഴുവനായിട്ട് മടക്കി പിടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുക. അതായത് നല്ല വശം ഉള്ളിലായിരിക്കണം ഉണ്ടാവുക, ചീത്ത വശത്താണ് സ്റ്റിച്ച് വരേണ്ടത്. അപ്പോൾ ഇതേപോലെ നമ്മൾ എത്ര ലെങ്ത്തിലാണോ വേണ്ടതെന്ന് വെച്ചാൽ അത്രയും ലെങ്ത്ത് മൊത്തം ഞാൻ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനത് അത്യാവശ്യം നല്ല ലെങ്ത്തിലാണ് സ്റ്റിച്ച് ചെയ്തെടുത്തത്. അത് നന്നായിട്ട് അടുപ്പിച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുത്തത്. എന്നിട്ട് ഇത് എത്ര ഈസി ആയിട്ടാണ് ഞാൻ മറിച്ചെടുക്കുന്നതെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലാവും. അപ്പോൾ നമ്മൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇനി സൈഡിലുള്ള തുണിയൊക്കെ ഒന്ന് കട്ട് ചെയ്യുക. അതായത് കുറച്ച് തുണിയാണ് വെച്ചതിന് ശേഷം ബാക്കി തുണി നമ്മൾ കട്ട് ചെയ്യുക. കട്ട് ചെയ്തതിന് ശേഷം അപ്പോൾ നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്തപ്പോൾ നമ്മൾ ഒപ്പം അതിൻ്റെ കൂട്ടത്തിൽ ത്രെഡ് ഉണ്ട്. ആ ത്രെഡിൽ സ്റ്റിച്ച് വരാൻ പാടില്ല കേട്ടോ. ത്രെഡിൽ സ്റ്റിച്ച് വന്നാൽ നമുക്ക് മറിച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ ത്രെഡിൽ കൊള്ളാതെ വേണം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലെ ആ ത്രെഡ് ഒന്ന് വലിച്ചു കൊടുക്കുക. മെല്ലെ മെല്ലെ വലിച്ചു കൊടുത്താൽ മതി, ഓവർ ഫോഴ്സ് ചെയ്ത് വലിക്കേണ്ട. മെല്ലെ മെല്ലെ ഒന്നിങ്ങനെ വലിക്കുമ്പോൾ അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്കിങ്ങനെ ഡോറി ആയിട്ട് കിട്ടും. നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ മൊത്തമായിട്ട് എനിക്ക് കാണിക്കാൻ കഴിയുന്നില്ല ഞാൻ വലിക്കുന്നതും വരുന്നതും കൂടി. പക്ഷേ ഇതേപോലെ നിങ്ങളിപ്പോൾ ഞാൻ ചെയ്യുന്നത് പോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ഡോറി ആയിട്ടത് കിട്ടും. അതിനുശേഷം നമ്മൾ ഉള്ളിൽ കൊടുത്തിട്ടുള്ള ത്രെഡ് നമുക്ക് കട്ട് ചെയ്ത് കളയാം കേട്ടോ. നിങ്ങൾക്കിപ്പം കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും അത്യാവശ്യം ലെങ്ത്തിൽ തിന്നായിട്ടാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഇനിയൊന്നും ഇങ്ങനെ ചെയ്ത് നോക്കൂ കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് പേസ്റ്റിംഗ് പേപ്പറാണ്. അത് ഇതേപോലെ നമ്മൾ 2 ആക്കി മടക്കിയിടാം. 3.5 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. ലെങ്ത്ത് നിങ്ങൾ സ്ലീവിൻ്റെ വണ്ണം എത്രയാണെന്ന് വെച്ചാൽ ആ വണ്ണത്തിനനുസരിച്ചിട്ടുള്ള ലെങ്ത്ത് എടുക്കുക. 3.5 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. അതിന് കറക്റ്റ് ഇതേപോലെ 2 ആക്കി നമ്മൾ മടക്കിയിടാണ്.
മടക്കിയിട്ടതിന് ശേഷം സെൻറ്ററിൽ നിന്ന് ഒരു സൈഡിലേക്ക് നമ്മൾ 2.5 ഇഞ്ച് മാർക്ക് ചെയ്യുകയാണ്. ഈ 2.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്ന അത്രയും ഭാഗത്തേക്കാണ് നമ്മൾ കർവാക്കി വരയ്ക്കുന്നത്. എന്നിട്ട് താഴേന്ന് 1 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇതേപോലെ ഇങ്ങനെ കർവാക്കിയിട്ട് വരയ്ക്കുന്നത്. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. ഇതുപോലെയാണ് നമ്മൾ വരച്ചെടുക്കുന്നത്. നമ്മൾ ആ വരച്ച ഭാഗം ഒന്ന് കട്ട് ചെയ്യുക. കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ സെൻറ്ററിലെ പോർഷൻ മാത്രം ഇങ്ങനെ കയറിയിട്ട് ബാക്കി 2 ഭാഗത്തും ഇങ്ങനെ കർവായിട്ടിരിക്കുന്നത് പോലെ ഉണ്ടാവും. ഇതേപോലെ തന്നെ നമ്മൾ 2 പീസ് കട്ട് ചെയ്തെടുക്കണം. 2 സ്ലീവിലേക്കും വേണമല്ലോ. അതിന് ശേഷം നമുക്കിത് ഏത് തുണിയിലാണോ നിങ്ങൾ അയൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ആ തുണീൻ്റെ ചീത്ത വശത്ത് നമ്മളിതൊന്ന് അയൺ ചെയ്യുക. ഞാൻ സ്ലീവ് പ്ലെയിൻ ആയിട്ട് കൊടുത്തിട്ട് താഴത്തെ പ്രിൻ്റാണ് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ പ്രിൻ്റ് കറക്റ്റ് വരുന്ന ഭാഗത്ത് വെച്ചിട്ടാണ് ഇത് അയൺ ചെയ്യുന്നത്. അപ്പോൾ നല്ല വശത്തല്ല അയൺ ചെയ്യേണ്ടത്, ചീത്ത വശത്താണ് അയൺ ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഇതേപോലെ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. 2 തുണിയും ഇതേപോലെ നമ്മൾ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ലൈനിങ് വേണം. അപ്പോൾ ആ ലൈനിങ് ഇതിൻ്റെ താഴ്വശത്ത് വെച്ചതിന് ശേഷം, ലൈനിങ് താഴെയാണുള്ളത്, മുകളിൽ നമ്മളിപ്പോൾ അയൺ ചെയ്ത തുണീൻ്റെ നല്ല വശം, അതിൻ്റെ മുകളിൽ പേസ്റ്റിംഗ് പേപ്പർ വരുന്ന രീതിയിൽ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. ഇതേപോലെ വെച്ചതിന് ശേഷം നമ്മളിപ്പം കട്ട് ചെയ്ത ആ ഭാഗം നമുക്കൊന്ന് ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം എക്സ്ട്രാ ഉള്ള ക്ലോത്തൊക്കെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം കുഞ്ഞു കുഞ്ഞു കട്ട് കൊടുക്കുക. ഈ കുഞ്ഞു കുഞ്ഞു കട്ട് കൊടുക്കുന്നത് നമുക്ക് മറിച്ചെടുക്കുമ്പോൾ ഫ്ലെക്സിബിളായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുഞ്ഞു കുഞ്ഞു കട്ട് കൊടുക്കുന്നത്. കട്ട് കൊടുക്കുമ്പോൾ ആ സെൻറ്ററിൽ നമ്മൾ കുഴിച്ച് വരച്ച ഭാഗം ഉണ്ടല്ലോ, അവിടെ സെൻറ്ററിൽ ഇതേപോലെ കട്ട് ചെയ്യണം. എന്നിട്ട് 2 സൈഡിലേക്കും കട്ട് ചെയ്യണം. എന്നാൽ മാത്രം നമുക്ക് മറിച്ചെടുക്കുമ്പോൾ നന്നായിട്ട് കിട്ടത്തുള്ളൂ. ഈ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ കൊടുത്തിട്ടുള്ള സ്റ്റിച്ചിൽ കൊള്ളാതെ വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് സ്റ്റിച്ചിൻ്റെ പുറത്തായിരിക്കണം കട്ട് ഉണ്ടാവേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്ക് അതേപോലെ മറിച്ചെടുക്കുക. മറിച്ചെടുത്തതിന് ശേഷം നമുക്ക് ലൈനിങ് പുറമേക്ക് കാണാത്ത രീതിയിൽ ഇതൊന്ന് പതിച്ചുകൂടി അടിക്കാം. പതിച്ചുകൂടി നമ്മൾ അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പുറത്തെ സൈഡിൽ അതിൻ്റെ ഇപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ എക്സ്ട്രാ ഒരു 1/2 ഇഞ്ച് മാത്രം വെച്ചിട്ട് 1/2 ഇഞ്ച് തുണി വെച്ചിട്ട് ബാക്കി തുണി കട്ട് ചെയ്യുക. ഈ 1/2 ഇഞ്ച് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് മറ്റേ തുണിയും ഇതും തമ്മിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ 1/2 ഇഞ്ചിൻ്റെ തുണി അവിടെ വെക്കാൻ വേണ്ടി പറഞ്ഞത്. ബാക്കി തുണി കട്ട് ചെയ്തതിന് ശേഷം ഉള്ളിലുള്ള പേസ്റ്റിംഗ് പേപ്പറിൻ്റെ കറക്റ്റ് അളവിൽ നമ്മളൊരു സ്റ്റിച്ച് കൊടുക്കുക. അങ്ങനെ ഒരു സ്റ്റിച്ച് കൊടുക്കാൻ പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് എന്തിനാണെന്ന് മനസ്സിലാവും. ഞാൻ കാണിച്ചു തരാം. കാരണം നമ്മൾ മറ്റേ തുണിയുമായിട്ട് ഇത് ജോയിൻ ചെയ്യുമ്പോൾ കറക്റ്റ് എവിടെയാണ് സ്റ്റിച്ച് വേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനൊരു സ്റ്റിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞത്. അത് നിങ്ങൾക്കിപ്പോൾ ഞാൻ പറഞ്ഞിട്ട് മനസ്സിലായില്ലെങ്കിലും ഞാൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഇനിയിപ്പോൾ നമ്മൾ ചെയ്ത ഈ ഡിസൈനിൻ്റെ സെൻറ്ററിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഡോറിൽ നിന്ന് ചെറിയൊരു കഷ്ണം ഇതേപോലെ മുറിച്ചെടുത്തിട്ട് ഇതുപോലെ നമ്മളൊരു ബോ ഉണ്ടാക്കി കൊടുക്കുക. ബോ ഉണ്ടാക്കിയിട്ട് കറക്റ്റ് സെൻറ്ററിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കാണിക്കാത്ത എന്താണെന്ന് വെച്ചാൽ എനിക്ക് ത്രെഡ് വേറെ മാറ്റിയിടണം, റെഡ് കളർ ത്രെഡ് ഇടണം. അതുകൊണ്ടാണ് സ്റ്റിച്ച് ചെയ്ത് കാണിക്കാത്തത്. ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്യണം. 2 സെൻറ്ററിലായിട്ട് സ്റ്റിച്ച് ചെയ്യണം. നമ്മൾ സ്ലീവ് ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് സ്റ്റിച്ച് ചെയ്താൽ നല്ലതായിരിക്കും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ആ ബോൻ്റെ താഴത്ത് നമ്മൾ എന്തെങ്കിലും ഒരു വർക്ക് കൊടുത്താൽ നല്ലതായിരിക്കും. ചെണ്ട് പോലെ എന്തെങ്കിലും ക്ലോത്ത് വെച്ച് കൊടുത്താലും നല്ലതായിരിക്കും. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ സ്ലീവ് എടുക്കാം. നമ്മൾ മുകൾ വശത്ത് ഇതുപോലെ സെൻറ്റർ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, താഴത്തെ മാർക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ താഴത്തെ ഇതുപോലെ കറക്റ്റ് സെൻറ്റർ ഇതേപോലെ ഒന്ന് പിടിച്ചിട്ട് ഒന്ന് സെൻറ്റർ മാർക്ക് ചെയ്ത പോയിൻ്റിൽ നിന്ന് ഒരു ടാപ്പ് പിടിച്ചിട്ട് 2 സൈഡിലേക്കും ഓരോ ഇഞ്ച് വീതം നമ്മൾ ഇതേപോലെ മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലെ തുണി ഇതേപോലെ നമ്മൾ ആ 1 ഇഞ്ചിലേക്ക് ഇതേപോലെ ആദ്യം ഒരു വശത്തു നിന്ന് ഇങ്ങോട്ടേക്കും പിന്നെ മറ്റേ വശത്തു നിന്ന് സെൻറ്ററിലേക്കും എന്നുള്ള രീതിയിൽ, അതായത് നമ്മൾ ബോക്സ് പ്ലീറ്റ് ചെയ്യുന്നത് പോലെ മടക്കി വെച്ചിട്ട് പിൻ കുത്തി കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ഇളകിപ്പോരും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് അതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ തുണീൻ്റെ നല്ല വശത്തിൻ്റെ മുകളിൽ നമ്മളിപ്പം ഡിസൈൻ ചെയ്ത തുണീൻ്റെ നല്ല വശം വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യാം. എവിടെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്? നമ്മൾ നേരത്തെ ഡിസൈൻ ചെയ്ത തുണിയിലൊരു സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സ്റ്റിച്ച് നമ്മൾ ലൈനിങ്ങിൽ നമുക്ക് കാണും. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തിനാണ് ആ സ്റ്റിച്ച് കൊടുക്കുന്നതെന്ന്. ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കറക്റ്റ് എവിടെയാണ് ആ സ്റ്റിച്ച് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു സ്റ്റിച്ച് കൊടുക്കാൻ ഞാൻ പറഞ്ഞത്. അപ്പോൾ കറക്റ്റ് ആ സ്റ്റിച്ചിൻ്റെ മുകളിലൂടെ നിങ്ങൾ ഒരു തറ്റം മുതൽക്ക് അടുത്ത തറ്റം വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതുപോലെ നമ്മൾ നിവർത്തി വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരു ചെറിയൊരു തുണി ഉണ്ടാവില്ല, ആ തുണി ഇതേപോലെ നമ്മൾ ഈ ഉള്ളോട്ടേക്ക് വെക്കുക. അതായത് നമ്മൾ ഈ ഡിസൈൻ ചെയ്ത തുണീൻ്റെ ഉള്ളോട്ടേക്ക് വെക്കുക. മറ്റേ തുണിയിൽ വെക്കരുത്, കാരണം മറ്റേ തുണി പ്ലെയിനാണ്. അപ്പോൾ അവിടെ ആ തുണി ഉണ്ടാകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് കാണും, വിസിബിളായിരിക്കും. അപ്പോൾ ഇതാവുമ്പോൾ നമുക്ക് കാണില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഉള്ളോട്ടേക്ക് വെച്ചതിന് ശേഷം പതിച്ചും കൂടി നമ്മൾ സ്റ്റിച്ച് ചെയ്യാം.
സ്ലീവ് ഇനി മുകൾ വശത്തേക്ക് ഇതേപോലൊരു ട്രയാങ്കിൾ പോലെയാണ് ഉണ്ടാവേണ്ടത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ 1 ഇഞ്ചാണ് മടക്കി കൊടുത്തത്. അപ്പോൾ ഇവിടേക്ക് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഒരു 1/4 ഇഞ്ച് ഇതേപോലെ ട്രയാങ്കിൾ ഷേപ്പ് 2 സൈഡിലേക്കും ഏകദേശം ഒരേപോലെ കിട്ടുന്ന പോലെ വെച്ചിട്ട് ഒരു 1/4 ഇഞ്ചിൽ മടക്കിയിട്ട് നമ്മൾ മുകൾ വശം ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. എന്നതിന് ശേഷം നമുക്ക് ഏത് ക്ലോത്തിലാണോ നമുക്ക് സ്ലീവ് സ്റ്റിച്ച് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ആ ക്ലോത്തിൻ്റെ നല്ല വശത്തിൻ്റെ മുകളിൽ സ്ലീവിൻ്റെ നല്ല വശം കറക്റ്റ് ഷോൾഡറിൽ സ്ലീവിൻ്റെ സെൻറ്റർ വെച്ചിട്ട് ആദ്യം സെൻറ്ററിൽ നിന്ന് ഒരു സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്യുക, പിന്നെ അതേ സെൻറ്ററിൽ നിന്ന് അടുത്ത സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്യുക. അത് നമ്മൾ സാധാരണ നോർമൽ സ്ലീവ് സ്റ്റിച്ച് ചെയ്യുന്ന പോലെ സ്റ്റിച്ച് ചെയ്യുക. എന്നതിന് ശേഷം സൈഡും കൂടി സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ സ്ലീവിൻ്റെ ഡിസൈനിങ്ങിൻ്റെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസ് കാണാൻ വേണ്ടി ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തായിട്ട് നോട്ടിഫിക്കേഷൻ ബെൽ ഉണ്ടാവും, അതും കൂടി ക്ലിക്ക് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു.